കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം. ഫലസ്തീന്റെ ചിരകാല സ്വപ്നമാണിത്. ഗസയിൽ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ആ മണ്ണിൽ നിന്നും ഇസ്രായേൽ ആട്ടിത്തളിച്ച ജനങ്ങൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലാകട്ടെ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ വർദ്ധിച്ചു വരുന്നു. അവിടെയുള്ള ഫലസ്തീനികൾ നിരന്തരം ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ നേരിടുന്നു. ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് അവരുടെ ജൂഡിയ സമാരിയാണ്. കുടിയേറ്റക്കാരല്ല, പാരമ്പര്യത്തിലേക്ക് മടങ്ങിയെത്തിയവരാണെന്ന് അവിടുത്തെ ഇസ്രായേലികൾ പറയും. 1967 6 ദിന യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഏറ്റെടുത്ത ഈ പ്രദേശത്ത് സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം കുറ്റകരമാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇത് തങ്ങളുടെ മതപരവും ചരിത്രപരവുമായ അവകാശമായാണ് കാണുന്നത്. ഗസയിലെ ആക്രമണം ഇസ്രായേൽ വർദ്ധിപ്പിച്ചതിനോടൊപ്പം വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. സ്വതന്ത്ര ഫലസ്തീനെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അധിനിവേശം കടുപ്പിക്കുന്ന ഇസ്രായേലിന്റെ നടപടികളിൽ ഇപ്പോഴും സംശയങ്ങൾ നിരവധിയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1967 6 ദിന യുദ്ധത്തിലാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ പ്രമേയം അനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഇതൊരു തർക്കഭൂമിയായി കണക്കാക്കി ഇസ്രായേൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി. 1967 ശേഷം ഇസ്രായേൽ സർക്കാർ വെസ്റ്റ് ബാങ്കിൽ യഹൂദർക്ക് സ്ഥിരതാമസം അനുവദിച്ചു തുടങ്ങി. 1968 ആദ്യ സെറ്റിൽമെന്റ് സ്ഥാപിച്ചത്. 1970കളിൽ ലിക്വിഡ് ഗ്രൂപ്പ് പോലെയുള്ള മതദേശീയവാദി സംഘടനകൾ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചു. 1977 ലിക്വിഡ് കോൾഷൻ അധികാരത്തിലെത്തിയതോടെ വളരെ വേഗമാണ് ഇത് വ്യാപിച്ചത്. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട കാലഘട്ടത്തിൽ പലായനം ചെയ്തതോ നാടു കടത്തപ്പെട്ടതോ ആയ 7,50,000-ലധികം ഫലസ്തീനികളിൽ പലരും വെസ്റ്റ് ബാങ്കിൽ അഭയാർത്ഥികളായി മാറി. ഇസ്രായേൽ പ്രമുഖ ലോകരാജ്യങ്ങളുടെ അംഗീകാരത്തോടെ സ്വന്തം രാജ്യം നിർമ്മിച്ചപ്പോൾ ജെറുസലേമിലെ 40% സ്ഥലം ഫലസ്തീനികൾക്കും 60% ഇസ്രായേലിനും കൈവശം വെക്കാമെന്നായിരുന്നു ധാരണ. അതിനുശേഷം നിരവധി യുദ്ധങ്ങളുണ്ടായി. 1967 യുദ്ധത്തിലൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കടന്നു കയറുകയായിരുന്നു ഇസ്രായേൽ. അവിടെ നിന്നങ്ങോട്ട് പല യുദ്ധങ്ങളും ആക്രമണ പരമ്പരകളും ഉണ്ടായെങ്കിലും ഫലസ്തീനികൾ ഒരു മൂലയിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഭൂരിഭാഗവും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ അധിനിവേശത്തെ അംഗീകരിക്കുന്നില്ല. മാർച്ചിൽ പുറത്തിറങ്ങിയ ഒരു UN റിപ്പോർട്ട് പ്രകാരം കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ 7 ലക്ഷത്തിലധികം ഇസ്രായേൽ കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും സർക്കാർ പിന്തുണയുള്ള സെറ്റിൽമെന്റുകളിലാണ് കഴിയുന്നത്. ഹമാസ് ആക്രമണത്തിന് ശേഷം അനധികൃത കുടിയേറ്റത്തിൽ വൻ വർധനയാണ് ഉണ്ടായത്. 2023-25 കാലയളവിൽ ഇസ്രായേൽ ഇവിടെ 143 പുതിയ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചു. 2023 മുതൽ 20,000-ലധികം ഹൗസിംഗ് യൂണിറ്റുകൾക്കും അംഗീകാരം നൽകി. ഇതുകൂടാതെ ഭൂമി പിടിച്ചടക്കലും സൈനിക ഓപ്പറേഷനും വർദ്ധിച്ചു. സൈനിക ആക്രമണങ്ങളും കുടിയേറ്റക്കാരുടെ അതിക്രമവും കാരണം ഈ 2 വർഷത്തിനിടയിൽ 1000-ലധികം ഫലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര ഫലസ്തീൻ സാധ്യമാകുന്നത് തടയാനാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത്. സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് അവകാശം ഉറപ്പിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വെസ്റ്റ് ബാങ്കിനെ മൊത്തമായി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണമെന്ന് തീവ്ര വലതുപക്ഷ നേതാക്കൾ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഫലസ്തീനികൾക്ക് ഇത് സ്വീകാര്യമായ കാര്യമല്ല. അറബ് രാജ്യവും അന്താരാഷ്ട്ര സമൂഹവും ശക്തമായ എതിർപ്പ് തന്നെയാണ് അറിയിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റുകൾ വ്യാപിപ്പിക്കുന്നത് സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കും. ശാശ്വത പരിഹാരം വേണമെങ്കിൽ സ്ഥിരമായ ഒരു സെറ്റിൽമെന്റ് ധാരണ ഉണ്ടാകണം. ഇസ്രായേലികളെ തിരിച്ചയക്കുക എന്നതോ ഫലസ്തീനികളെ പുറത്താക്കുക എന്നതോ പ്രായോഗികമായ കാര്യമല്ല. ഈ 2 രാജ്യങ്ങളെയും അതേ രാജ്യങ്ങളായി നിലനിർത്തി അവർക്കിടയിൽ കൃത്യമായ അതിരുകൾ നിർമ്മിക്കുക എന്നതാണ് ലോകരാഷ്ട്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്.